ഇന്ന് നമ്മൾ കിട്ടിയിരിക്കുന്നത് പാനാസോണിക്കിന്റെ ട്രിമ്മർ പ്രോബ്ലം വർക്ക് ആവുന്നില്ല. ചാർജ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേറ്ററും കത്തുന്നില്ല. എന്തായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ചാർജർ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചാർജറിന്റെ ഔട്ട്പുട്ടിൽ കറക്റ്റ് വോൾട്ട് വരുന്നത് കൊണ്ട് ചാർജർ ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു 3 സ്ക്രൂ ഇതേപോലെ റിമൂവ് ചെയ്താൽ എളുപ്പത്തിൽ തന്നെ ഫ്രെയിം ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ബാറ്ററി റിമൂവ് ചെയ്ത് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുന്നത് കൊണ്ട് ബാറ്ററിയും ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ബോർഡിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡിന്റെ ഈ ഒരു ഭാഗത്ത് മോട്ടറിന്റെ വയർ വിടുകയോ അതേപോലെ എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ബോർഡിന്റെ നേരെ മറുഭാഗത്ത് ചാർജിംഗ് സെക്ഷനിൽ ഒരു ഏരിയ കത്തിയതായി കാണുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യാത്തത്. ഫ്രെയിമിൽ നിന്നും ബോർഡ് റിമൂവ് ചെയ്ത് സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ചാർജിംഗ് കണക്ടറും കൂടി റിമൂവ് ചെയ്താൽ ബോർഡ് സെപ്പറേറ്റ് ആയി കിട്ടുന്നതാണ്. ഇനി കത്തിപ്പോയ ഈ ഒരു ഏരിയ ടിന്നർ ഉപയോഗിച്ച് ഇതേപോലെ ക്ലീൻ ചെയ്തതിനു ശേഷം സോൾഡറിംഗ് ലെഡ് ഉപയോഗിച്ച് ബ്രേക്കായ ഭാഗങ്ങളെല്ലാം ഇതേപോലെ റീകണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലീൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സെക്ഷനിൽ വലിയ ബ്രേക്ക് വന്നതുകൊണ്ട് ഈ ഒരു കണക്ഷൻ നമുക്ക് ജമ്പർ ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് ഈ ഒരു സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിംഗ് കണക്ടറിലെ പോസിറ്റീവ് ലൈൻ ഷോർട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഈ ഒരു സെക്ഷനിലെ കമ്പോണന്റുകളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് റിമൂവ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലെ ഷോർട്ട് പോയിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്റർ ആയിരിക്കാം ഈ ഒരു ഭാഗം ഇതേപോലെ കത്താൻ കാരണം. ഈ ഭാഗത്തേക്കുള്ള ഈ ഒരു ലൈൻ ബ്രേക്ക് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു കണക്ഷനും കിട്ടുന്നില്ല. ഇനി നമുക്ക് ഇതേപോലെ ഒരു ജമ്പർ വയർ ഉപയോഗിച്ച് ജമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയും കണക്ഷൻ ഓക്കെയാണ്. പോസിറ്റീവ് ലൈനിലും കണക്ഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ഓപ്പൺ ആക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ചാർജിംഗ് കണക്ടർ ബോർഡിലേക്ക് റീഫിക്സ് ചെയ്തതിന് ശേഷം ഫ്രെയിമിലിട്ട് ബാറ്ററിയും കൂടി ഇൻസേർട്ട് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ മോട്ടോർ വർക്ക് ആവുന്നുണ്ട്. അതിനർത്ഥം ഓക്കെ ആയി എന്നാണ്. ഇനി എങ്ങനെയാണോ ഓപ്പൺ ചെയ്തത് അതേപോലെ റീഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ചാർജ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ ചാർജിംഗ് ഇൻഡിക്കേറ്ററും ഓക്കെയാണ്. ഈ ഒരു കപ്പാസിറ്റർ ആയിരുന്നു ഈ ഒരു ഡിവൈസിന്റെ അന്ത്യം കുറിക്കാൻ കാരണം.